ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് വിത്ത് റിയ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ആക്ച്വലി കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. അതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പല ദിവസങ്ങളായിരുന്നു കടന്നു പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനിലായിരുന്നു. അപ്പോൾ അതെല്ലാം തീർത്തിട്ട് ഇന്നാണ് കുറച്ചൊന്ന് ഫ്രീ ആയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വരാന്ന് വെച്ചു. ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്യാമറമാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. എക്സാം കഴിഞ്ഞിട്ട് റിലാക്സേഷന് വേണ്ടി ഇറങ്ങിയതാണ്. സ്ഥലം തെറ്റി 1 മണിക്കൂർ ലേറ്റായി. ഒരു ചായ കുടിക്കാൻ നമ്മൾ 1 മണിക്കൂർ ഒരു ചായ കുടിക്കാൻ 600 രൂപ കൊടുക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. കഫേ അടക്കിക്ക് അഡീഷണൽ ഓർഡർ ചെയ്തിട്ട് വരാം. നമ്മൾ തന്നെ ബ്ലൂ ബ്രിക്ക് കഫേ. ബ്ലൂ ബ്രിക്ക് ഇവിടെ ഫുൾ നീലമയാണ് കണ്ടോ. ഇവിടെ പിന്നെ ബുക്സ് ഒക്കെ ഉണ്ട് വായിക്കാൻ. കുറെ ബുക്സ് ഉണ്ട്. പക്ഷെ ഈ ബുക്കൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ ആക്ച്വലി ഇതിന്റെ പുറത്ത് ഇരിക്കാനൊക്കെ ഓരോ സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, മഴ ആയതുകൊണ്ട് അകത്ത് തന്നെ വന്നിരുന്നു. നമുക്ക് അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലത്തിരുന്ന് അലമ്പുണ്ടാക്കാനാണ് ഇഷ്ടം. കാണാം. ഞാൻ രക്ഷിട്ടു. എനിക്ക് നല്ല സൂപ്പർ ക്യാപ്പച്ചിനോ കിട്ടീന്. കട്ടക്കാപ്പിയുടെ പേരെന്തായിരുന്നു? അമേരിക്കാനോ എന്നൊക്കെ പറഞ്ഞ് മേടിച്ച സാധനം. റിയച്ച് എന്താ മേടിച്ച? ഞാൻ കഫേ ഐറിഷ്. ഞാനത് കുടിക്കും. കുടിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഞാൻ അത് കുടിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓ റിയച്ചേടാ, അതേ മനോഹ നല്ല മനസ്സ്. ക്യാമറ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. ഓഫാക്കി പറഞ്ഞോ. ഒരു മണിക്കൂർ എങ്ങാണ്ട് ട്രാവൽ ചെയ്ത് വന്നെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി ഓടി വന്ന്. എന്നിട്ട് ഇവള് സാധനങ്ങളൊക്കെ വേക്കുമ്പോ എന്തോ അമേരിക്കാനോ കൊള്ളാം. ചിലപ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനൊക്കെ എനിക്ക് അവര് ലവ് ഒക്കെ തന്നൊരു ഒരേ സാധനമാണല്ലോ. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു കോഫി ഫാനോ ചായ ഫാനോ ഒന്നും അല്ല. എനിക്ക് തൊണ്ടവേദന കുടിക്കണം. നീ കട്ടൻ കാപ്പി കുടിച്ചോ. കഫേ ഐറിഷ് കൊള്ളാം. കൈപ്പണി അത് മൊത്തം കമത്താ. ഷുഗർ മൊത്തം കമത്ത്. കുറച്ച് പാലായിട്ടോ. ഇതിന്ന് പാലെടുത്ത് അതിനകത്തോട്ട് ഇടാനെന്ന് എന്തെല്ലാം പറയുന്നു ഇവൾമാര്. ഹായ് ഗൈസ്, ഇനി എന്റെ പാസ്തയും വന്നിരിക്കുകയാണ്. എനിക്കൊരു നോർമൽ കോഫി പറയോ? ഓ പിന്നെന്താ. ഇനി നിങ്ങൾ ഗൈസ് നമുക്ക് അമേരിക്കാനൊന്നുള്ള പേര് കണ്ടിട്ട് അമേരിക്കന്ന് പറഞ്ഞ സാധനം മേടിക്കുന്നത് അത് കട്ടൻ ചായ ആണെന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. നമുക്ക് അവർക്കറിയാടി, നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ട്. എനിക്കിത് മതിയടി. ആരില്ല പാറു? ഇഷ്ടപ്പെട്ട? കുഴപ്പമൊന്നുമില്ലേ? ഞാൻ എന്റെ സാധനം നല്ല ക്രീമിയാണ്. ഞാൻ ലാസ്റ്റ് പാറുവിന് കട്ടൻ കാപ്പി വന്ന കാരണം നമ്മൾ വീണ്ടും ഒരു കഫേ ഐറിഷ് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഇലയാണ്. ഇലയോ? ഇലയാണ്. അവ്വാണ് സ്പെഷ്യൽ. നമുക്കാണ് സ്പെഷ്യൽ. കാടും മടലും ഒക്കെ. നിനക്ക് കാടും മടലും, നമുക്ക് സ്നേഹം. ആളിനെ വന്നപ്പോ തൊട്ട് അവരെ അപമാനിക്കുന്നു. ബ്ലൂ ബ്രിക്ക് അമേരിക്കാന്ന് വെച്ചപ്പോ കട്ടൻ കാപ്പി ഉള്ളതോ. സോ നമ്മൾ അടുത്ത ഡിഷ് ഓർഡർ ചെയ്ത് ഗൈസ് നൂഡിൽസ്, എഗ് നൂഡിൽസ് ആണ് നമ്മൾ വാങ്ങിച്ചത്. മിസ്റ്റർ ബീന്റെ ഷോ ഉണ്ടല്ലേ, അത് സംസാരിക്കത്തില്ല, ആക്ഷൻ മാത്രമേ കാണിക്കാവൂ. എങ്ങനെയുണ്ട് ചേച്ചി? വാങ്ങിച്ച എല്ലാ ഫുഡും അടിപൊളി. ഇങ്ങനെ ഭയങ്കര റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടാറ്. നമ്മൾ എല്ലാ ഫ്ലോപ്പും ആക്ച്വലി ചിക്കൻ പോലും അല്ല, എഗ്ഗാണ് ആക്ച്വലി. പക്ഷെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. പാസ്ത ആണെങ്കിൽ ക്രീമി, ക്യാപ്പച്ചീനോയും ഭയങ്കര ക്രീമി. ഇത് ഇപ്പൊ എഗ് ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഭയങ്കര നൂഡിൽസ് ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റ്. കൊള്ളാം. ഇവിടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവും. എലഹങ്കയിലുള്ള ബ്ലൂ ബ്രിക്ക് കഫേ. മിസ്റ്റർ ബീൻ വിടല്ലേ പാറു? സംസാരിക്കില്ലേ? അത് കൊള്ളായിരുന്നു. എടി കുടിക്കുന്ന ആക്ഷൻ ഒക്കെ
മറ്റൊരു പെണ്ണില്ലേ ഇൻസ്റ്റാഗ്രാമില് ആഴ്ച എങ്ങനെയാ ഇങ്ങനെയൊക്കെ നോക്കുന്നത്? ഞാൻ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. എടി ഒരു ഇംഗ്ലീഷുകാരിയാ. എന്നിട്ട് എന്നാ ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. സാധനം കൊടുക്കുക, മറ്റേ ബാഗ് പോലത്തെ ഒരു വലിയൊരു ടംബ്ലറില് എന്തോ ജ്യൂസ് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ബാഗ് ആയിരുന്നു ഒരു കയ്യിലൊക്കെ സ്നേഹിക്കും. അപ്പൊ അപ്പുറത്തെ അവനെ കൊണ്ടുവച്ചാൽ അതിങ്ങനെ കുടിക്കും. നോക്കുന്നത് എപ്പോഴും ഭയങ്കര ആക്ഷനാ. ശരിയാണ്, പക്ഷെ കാണിക്കുന്ന മൊത്തം ഒരു താല്പര്യം അവസാനത്തെ ഓർഡർ വന്നു ഗൈസ്. പാസ്ത അടയ്ക്കേണ്ട സമയമായി, നമ്മൾ കഴിച്ചു തീർന്നിട്ടില്ല. ഇവിടുന്ന് തിന്നോണ്ടേയിരിക്കുന്നു. കാലിയായി ഗൈസ് എല്ലാം. അമ്മക്കുട്ടിക്ക് വേണ്ട വേണ്ട, ഫുള്ളായി. എടി അതൊന്നും പറയല്ലേ, ചിലപ്പോ ഇത് തിന്നാൻ തോന്നും. ക്രീമി പാസ്ത ഇവിടെ മുക്കുക. ഇതിലിങ്ങനെ എടുത്തിട്ട് ആ പോയത് ഭയങ്കര സ്പീഡിലായിരുന്നു. ക്യാമറ കുടുങ്ങി. എനിക്ക് സ്ലോയില് ഫുഡ് കഴിക്കാറുണ്ട്. കുറച്ച് നോക്കിയിരിക്കണം. എങ്ങനെയാലും ഈ ഫോർക്കിലുള്ളത് അകത്താക്കിയിട്ട് അടുത്ത ഫോർക്കിലാക്കണം ചിന്താഗതിയിലാണ്. കടിച്ചു കടിച്ചു ഫുഡ് കഴിക്കുന്നത് ആക്രാന്തം. അല്ലാതറിയോ, കൂടുതലും ഒരു സാധനം വാങ്ങിച്ചിട്ട് 3-4 പേര് ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ശീലം എന്ന് വെച്ചാൽ ഒരെണ്ണെടുത്തിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ആ ഒരു ശീലം വന്നാണ് നമുക്ക് തനിയെ കഴിക്കുമ്പോഴും നമ്മൾ ഒരു പ്ലേറ്റിൽ ഒരു 5-6 പേരുടെ കൈ ഉണ്ടാവും. അതാണ് നമ്മുടെ പ്രശ്നം. സ്പീഡ്. പിന്നെ ഈ ചങ്ങായിക്ക് നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചോദിക്കുമ്പോ നമുക്ക് നോ പറയാൻ തോന്നുന്നു. അതുകൊണ്ട് നമ്മളൊരു ചീസ് കേക്കും കൂടെ വാങ്ങിച്ചു. ഈ ചീസ് കേക്കോട് കൂടെ നമ്മൾ ഇന്നത്തെ ഡിന്നർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിർത്തിക്കോണതോടുകൂടി ഗൈസ്, നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ചീസ് കേക്ക് ആണ് ഇപ്പൊ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ചീസ് കേക്ക് ആണ്. അത് കുറച്ച് ബ്ലൂബെറി അല്ലേ? മേലത്തെ ടോപ്പിംഗ് ഞാൻ ആക്ച്വലി ഭയങ്കര ചീസ് കേക്ക് ഫാൻ അല്ല. ബട്ട് സ്റ്റിൽ I'm going to try this. കൊള്ളാം, പക്ഷേ കൊള്ളാം. ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കഴിച്ചോണ്ട് പറയുന്നു, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പോരാ. ഇത് ഇവളും മറ്റേ സാധനം വയറ് നിറഞ്ഞടി തിന്നു. കേക്ക് കഴിച്ചതാ. ഇവള് നന്നായിട്ട് എന്റെ വീട്ടിൽ എലി തിന്നു. ഇത് എന്ത് ഈ ബിസ്ക്കറ്റ് കൊള്ളൂല. അതിനൊരു ഭാഗ്യത്തിന് അവളിത് കരണ്ടി തിന്നല്ല, സ്പൂൺ വെച്ചാൽ. അജി വൃത്തികിട്ടോള്. നീ കഴിക്കണ്ട. ചീസ് കേക്ക് സംസാരിക്കുന്ന പോലെ അതിനെന്നെ അമ്മമാരാണ്. എന്നെ കൊന്നിട്ട് പോവൂ പ്ലീസ്, അങ്ങനെ പറയുന്ന പോലെ. അതുകൊണ്ട് ഇവിടെ എത്തപ്പോഴല്ലേ ഒരു കട്ടി കൂടുതലുണ്ട്. അത് ഒരുമിച്ച് തിന്നണം. അതിങ്ങനെ അതിന്റെ കൂടെ ഇങ്ങനെ എടുക്കണം. പിന്നെ മണ്ടയില് ബ്ലൂബെറി, നടുക്ക് ചീസ്, പിന്നെ ബിസ്ക്കറ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വലിയ ചീസ് കേക്ക് ഫാൻ അല്ല. പക്ഷെ തിന്നു. ബിസ്ക്കറ്റ് നിങ്ങൾ തിന്നോ? പക്ഷെ കൊറേ ചീസ് കേക്കിന്റെ ഫാൻ ഉണ്ടല്ലേ, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വൈറലായതുകൊണ്ട് ആളുകൾ ട്രൈ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒന്ന് ഇതിന്റെ കറക്റ്റ് സ്പോട്ടിൽ പോയി തിന്നാൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടുമായിരിക്കും. നല്ല ശാന്ത സ്വരൂപമായ സ്ഥലമാണ്. തീരുമാനമാക്കി തന്നു. ഈ കാണുന്നത് പ്രേതത്തിനെ അല്ല. പുറത്തുനിന്ന് ഇതാണ് ഗൈസ് നമ്മൾ വന്ന കഫേ. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾക്ക് സമീപിക്കുക ബ്ലൂ ബ്രിക്സ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊള്ളാല്ലേ. ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കാണണ്ടേ? കേംബ്രിഡ്ജ് അല്ലേ? അല്ല, ഈസ്റ്റ് വെസ്റ്റോ?
ഇപ്പോൾ സമയം രാത്രി 10:30 ആയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് യലഹന്ത റോഡിന്റെ നടുക്ക് നടു റോട്ടില് ബുക്ക് ചെയ്തോടി. ഇല്ല കട അടക്കാറായ അതായിരുന്നു നമ്മള് പോയ കട. കടക്കാറായപ്പോ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. ഭക്ഷണം കഴിച്ച് 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 അവര് മടുത്ത്. 2 പാസ്ത 2 ഫ്രൈഡ് റൈസ് 4 കോഫി. എന്തായിരുന്നു അവസാനം ഒരു രസം. എന്റെ മോളെ ഫുള്ളായി. ഇനി നമ്മളെ വീട്ടിൽ 2 മണിക്ക് ഗസ്റ്റ് വരും ഗൈസ്. അതെ വീട്ടിൽ പോയിട്ട് വേണം ക്ലീൻ ആക്കാൻ. അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ കിടക്കുക. നീ അവിടെ നിക്കണേ, നിന്റെ തലയില് അല്ല അതല്ല ഒരു ഡിസൈൻ അവിടെ പോയി നിക്ക്. എടി പറയുക അല്ല അങ്ങനല്ല അതല്ല എടി ഒരു ലോഡ് വണ്ടി പോകുന്നുണ്ടടി അവിടെ നിന്നോ. ഇങ്ങനെ നടുറോട്ടിൽ ഒരു പണിയില്ലാണ്ട് നിന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചതാ ജീവിതത്തെ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാരണം പെട്ടെന്ന് മനസ്സിലാലോചിച്ചത്. അപ്പൊ ഇപ്പഴ ചോറ്